മലഞ്ചെരുവിൽ നല്ല വെള്ളമുള്ള ഭാഗത്തൊക്കെ അബൂജഹലും കൂട്ടരും പോയി സ്ഥലമൊക്കെ പിടിച്ച് അവിടെയൊക്കെ വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുകളിലും ഇവരെല്ലാം കൂടെ മലഞ്ചെരുവിന്റെ ഭാഗത്തും. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യാ? പാവപ്പെട്ട സ്വഹാബാക്കൾ, ബലഹീനരായ സ്വഹാബ വല്ലതുണ്ടോ? എത്ര പേരാ? മുഹാജിരികൾ 86 പേര്, ഔസ് ഗോത്രക്കാർ 61 പേര്, അസ്റജ് ഗോത്രക്കാർ 170 പേര്. എത്ര ഒട്ടകം? 60 ഒട്ടകം. 60 ഒട്ടകം, 3 കുതിര, മറ്റേത് 600 ഒട്ടകം, 100 അശ്വാരൂഢന്മാർ, 600 ഒട്ടകം കവചധാരി, 1000-ഓളം വരുന്ന യോദ്ധാക്കൾ. ഇവിടെ 70 ഒട്ടകങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. ഈ 70 ഒട്ടകങ്ങളും ഈ തുരുമ്പിച്ച 1-2 കുന്തങ്ങളും ഇതൊക്കെയായി ബലഹീനരായ ഈ സ്വഹാബത്ത് ഇവരെയും കൊണ്ട് 2 ദിവസമായി യാത്ര ചെയ്ത് ഈ നോമ്പും പിടിച്ച് ക്ഷീണിച്ച് അവശരായി ഈ ബദറിലേക്ക് വന്നെത്തിപ്പെട്ടിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ, പാവപ്പെട്ട ചെറു സംഘമാണിത്, റഹ്മാനേ ഈ സംഘത്തെ നീ കൊന്നുകളയരുത്, ഈ സംഘത്തെ നശിപ്പിച്ചു കളയരുത്. ഇന്നേ ദിവസമെങ്ങാനും ഈ ചെറു സംഘത്തെ നീ നശിപ്പിച്ചാൽ ഫലാ തുഅബദ് അബദാ മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് ഒരു വ്യക്തി പോലും നിന്നെ ആരാധിക്കാനുണ്ടാവുകയില്ല, ഈ ഭൂലോകത്ത് നീ ആരാധിക്കപ്പെടുകയില്ല തമ്പുരാൻ. 2 ദിവസം പാവപ്പെട്ട സ്വഹാബത്ത് കഠിനമായ വെയിലും സഹിച്ചുകൊണ്ടതിന്റെ ചൂടും സഹിച്ചുകൊണ്ട് ചുട്ടുപഴുത്ത് കിടക്കുന്ന മരുഭൂമിയുടെ മണൽ തരികളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അതാ അള്ളാഹുവിന്റെ റസൂലിന്റെ വഴിയെ സഞ്ചരിച്ചുകൊണ്ട് നബിതങ്ങളുടെ ചൂണ്ടാനി വിരലുകൾക്ക് ആ ഹബീബായ തങ്ങളുടെ നിഴലിനെ അനുധാവനം ചെയ്തുകൊണ്ട് അതാ ബദറിലേക്ക് വരികയാ. വെള്ളമില്ല, കുടിക്കാന് വെള്ളമില്ല, കുളിക്കാന് വെള്ളമില്ല, ഒതുവെടുക്കാന് വെള്ളമില്ല, നോമ്പ് മുറിക്കാന് വെള്ളമില്ല. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഈ ത്യാഗം സഹിച്ചപ്പോ, ഈ വേദന സഹിച്ചപ്പോ, വെള്ളമില്ലാതെ വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് അള്ളാഹു മഴയിറക്കി കൊടുക്കുകയാ. ചെറിയ തോതിൽ അവർ ഉറങ്ങുകയാ, അവരുടെ ഹൃദയത്തിലെ പേടിയെടുത്തു കളയുകയാ, അവരുടെ പാദത്തെ ഉറപ്പിച്ചു നിർത്തുകയാ. പിശാച് അവർ കിട്ടുകൊടുത്ത എല്ലാ കുതന്ത്രങ്ങളെയും ഈ ചെറിയ മഴയോടെ, ഈ ചെറിയ മയക്കത്തോടെ, ഈ ചെറിയ വിശ്രമത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ നിന്ന് പാടെ എടുത്തു കളയുകയാണ്. അതുവരെ ശങ്കിച്ച സ്വഹാബാക്കൾ, അതുവരെ പേടിച്ച സ്വഹാബാക്കൾ, അതുവരെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് വേദനിച്ചു വന്ന സ്വഹാബാക്കൾ ചെറിയ മഴയോടെ വെള്ളം കുടിച്ചു, ചെറിയ മഴയോടെ കുളിക്കുകയാണ്, ചെറിയ മഴയോടെ ഉളവെടുക്കുകയാണ്. ഉറക്കമിളച്ചുകൊണ്ട് ദിവസങ്ങളോളം മരുഭൂമി താണ്ടി വന്ന സ്വഹാബാക്കൾ അതാ അല്ലാഹു അവരെ ചെറിയ ഉറക്കം കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുകയത്രേ. നാളെ 17-ാം ദിവസമാണ്. നേരം വെളുക്കുമ്പോ ആയിരക്കണക്കായ അശ്വാരൂഢന്മാർ ഈ ചെറു സംഘത്തിന്റെ തല കൊയ്തെടുക്കുന്നതിന് വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ട് വെള്ളമുള്ള സുദൃഢമായ സമൃദ്ധമായ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുമ്പോ കേവലം 300 ചില്ലുവാനും സഹാബത്തിനെ ഒരു പാവപ്പെട്ട പ്രവാചകൻ നേതൃത്വം നൽകിക്കൊണ്ട് നിർത്തിയിരിക്കുകയാ. സഹാബത്ത് ഉറങ്ങുമ്പോ അള്ളാന്റെ റസൂല് ഉറങ്ങുന്നില്ല. അള്ളാന്റെ റസൂല് നമസ്കാരത്തിലാ, സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാ. യാ ഹയ്യു യാ ഖയ്യൂം അധികരിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖിന് ഉറക്കം വരുന്നില്ല. കാരണം അബൂബക്കറിന്റെ തണലാണ് മുഹമ്മദ് മുസ്തഫ. അബൂബക്കർ ഇല്ലെങ്കിൽ മുഹമ്മദില്ല, മുഹമ്മദ് ഇല്ലെങ്കിൽ അബൂബക്കർ ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ സാന്ത്വനപ്പെടുത്തുകയാണ്. നിർത്തൂ നബിയേ, മതിയാക്കൂ നബിയേ, തൃപ്തിപ്പെടൂ നബിയേ. സയുൻജിസലക്കല്ലാഹു മാ വഅദക, അങ്ങേക്ക് എന്താണോ അല്ലാഹു വാഗ്ദാനം ചെയ്തത് അത് അല്ലാഹ് അങ്ങേക്ക് സാധിച്ചു തരും നബിയേ. സമാധാനിക്കൂ നബിയേ, ക്ഷമിക്കൂ നബിയേ. ഈ സന്ദർഭം മുശ്രിക്കീങ്ങളും ദുആ ചെയ്തു. ബദറിലേക്ക് മുശ്രിക്കീങ്ങൾ പുറപ്പെടാൻ ഒരുങ്ങിയപ്പോ തഅല്ലഖൂ ബിഅസ്താരിൽ കഅബ, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ഫഖാലു അവർ ഒന്നടങ്കം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മൻസുർ
أعلى الجندين وأهدى الفئتين وأكرم الحزبين وأفضل الدينين اللهم أي الفئتين أحب إليك فانصرهم اللهم فرق بيننا وبينهم. നോക്കണം ദുആ. إن تستفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن تعودوا نعد വിജയത്തിന് വേണ്ടി ആരൊരാള് ദുആ ചെയ്യുന്നുവോ, ആരൊരാള് പ്രാർത്ഥിക്കുന്നുവോ, ആ വിജയം സുനിശ്ചിതമാണ്. അബൂജഹലും കൂട്ടരും കഅബയുടെ കില്ല പിടിച്ചിട്ട് എന്താ ദുആ ചെയ്തത്? രണ്ട് സമൂഹം, രണ്ട് സമുദായം, രണ്ട് ഗ്രൂപ്പുകാര് തമ്മിലുള്ള സംഘട്ടനമാണ് പടച്ച തമ്പുരാനെ. ഇതിൽ ഉന്നതരായവരെ, ശ്രേഷ്ഠരായവരെ, ഉത്കൃഷ്ടരായവരെ നീ വിജയിപ്പിക്കണമേ. ഈ രണ്ട് കൂട്ടക്കാരിൽ ആരാണ് ഹിദായത്തിന്റെ വഴികാട്ടികൾ, ആരാണ് സന്മാർഗ സച്ചരിതർ, ആരാണ് സത്സരണിയിലേക്ക് നയിക്കുന്നവർ എന്ന് നീ അറിയുന്നവനാണ്. അതുകൊണ്ട് ആ സമുദായത്തെ, ആ ഗ്രൂപ്പുകാരെ, ആ വ്യക്തികളെ നീ വിജയിപ്പിക്കു തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ രണ്ട് ഗ്രൂപ്പുകാരാണ്. ഈ രണ്ടിൽ ആരാണോ മാന്യമായവർ, ആരാണോ ന്യായമായവർ, അവർക്ക് നീ മാന്യത നൽകി അവരെ നീ രക്ഷപ്പെടുത്തണമേ. രണ്ട് മതക്കാരാണ്, രണ്ട് ആദർശക്കാരാണ്, രണ്ട് പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉടമകളാണ്. അല്ലാഹുവേ, സത്യമായ ദീൻ ഈ രണ്ട് കൂട്ടരിൽ ആരാണോ ആ സത്യദീനിന്റെ ഉടമകളെ രക്ഷപ്പെടുത്തി സഹായിക്കണമേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഈ രണ്ട് ഗ്രൂപ്പുകാരിൽ, ഈ രണ്ട് കൂട്ടക്കാരിൽ, ഈ രണ്ട് സമുദായക്കാരിൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏത് ഗ്രൂപ്പുകാരാണോ അവരെ നീ വിജയിപ്പിക്കണമേ അല്ലാ, അവരെ നീ സഹായിക്കണമേ അല്ലാ. ഞങ്ങൾക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും അധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കി വിജയം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ സഹായമിറക്കി കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയുടെ ബർക്കത്ത്. وَلَقَدْ نَصَرَكُمُ اللَّهُ بِبَدْرٍ وَأَنْتُمْ أَذِلَّةٌ فَاتَّقُوا اللَّهَ لَعَلَّكُمْ تَشْكُرُونَ. ബദറിന്റെ ദിവസം നിങ്ങൾ ഒന്നുമല്ലാത്തവരായിരുന്നപ്പോൾ, നബിയെ, സ്വഹാബത്തെ, നിങ്ങൾ ഒന്നുമില്ലാത്തവരായിരുന്നപ്പോൾ, നിങ്ങൾക്ക് ഒരു ശക്തിയും ഇല്ലാതിരുന്നപ്പോൾ, ഒരായുധ ബലവും ഇല്ലാതിരുന്നപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവിടെ സഹായം എത്തിച്ചില്ലേ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവിൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവിൻ. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين. 3000 മലക്കുകളെ തുടരെ അല്ലാഹു അവിടെ ഇറക്കിയിട്ട് ചോദിക്കുക, അലൻ യക്ഫിയക്കും, മതിയോ നബിയെ, മതിയോ, ഇനി വേണോ? بلى إن تصبروا وتتقوا ويأتوكم من فورهم ماذا يمددكم ب5,000 من الملائكة مصومين. നിങ്ങളെ ക്ഷമിച്ചാൽ, നിങ്ങളെ സബൂറാക്കിയാൽ, ഇനിയും പ്രതീക്ഷിച്ചിരുന്നാൽ, എന്നെ ഭയപ്പെട്ടാൽ, പലതരത്തിലുള്ള അടയാളങ്ങളോട് കൂടിയ ഏത് സമയത്തും പ്രത്യാക്രമണം നേരിടുമ്പോ അവരെ തടയിടാൻ കഴിവുള്ള പ്രത്യേകമായ 5000 മലക്കുകളെ ഞാൻ അങ്ങേക്ക് ഇറക്കിത്തരാം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഈ യുദ്ധത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നബിയെ ഇടങ്ങേറാക്കാൻ വേണ്ടി അബൂജഹൽ ചെയ്ത പണി എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ച അബ്ദുല്ലാഹ് ഇബ്നു റബീഅ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നബിയുടെ മുന്നിൽ നിർത്തി. എതിർകക്ഷിയാണ്. സ്വന്തം മകളെ വിവാഹം കഴിച്ച അബ്ദുല്ലാഹ് ഇബ്നു റബീഅ എതിർകക്ഷിയാണ്. കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി അബൂജഹൽ. നബി തങ്ങൾക്ക് നോക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? എന്റെ മരുമോന്റെ തല ഞാൻ വെട്ടേണ്ടി വരുമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ മകൻ അബ്ദുറഹ്മാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയെ പള്ളിഞ്ഞട അവന്റെ തല ഞാൻ ആദ്യം വെട്ടിക്കൊണ്ട് വരട്ടെ. അബൂബക്കർ നീ അങ്ങനെ ചെയ്യരുത് നോക്കണം. അവിടെയും പക്ഷേ അബ്ദുറഹ്മാൻ മുസ്ലിമായി, അബുൽ ആസ് മുസ്ലിമായി റളിയല്ലാഹു അൻഹുമ. അതൊക്കെ പിന്നീടുള്ള സംഭവം. അപ്പൊ മുന്നിൽ കൊണ്ട് നബി അടങ്ങേറാക്കാൻ, അതങ്ങനെയാണല്ലോ, നബി അടങ്ങേറാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി. സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവിനെ മുന്നിൽ നിർത്തി. നബി തങ്ങളുടെ മരുമകനാണ്, നബി തങ്ങളുടെ പിതൃവ്യനാണ്. നിർബന്ധിതനായി അതിലേക്ക് വരേണ്ട വ്യക്തിയായി പോയി. പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുകയാണ്. പിന്നെ തന്റെ കുടുംബത്തിൽപ്പെട്ട ഈ സഹാബാക്കൾ, നബിയും സഹാബാക്കളുടെയും കൂട്ടത്തിലുള്ള കുടുംബക്കാരിൽപ്പെട്ട ആരെല്ലാം ഉണ്ട് അവരെയൊക്കെ കൊണ്ടത് മുന്നിൽ നിർത്തിയ ഇടങ്ങേറാക്കാൻ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അവിടെ സഹായിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കുടുംബക്കാരെ കൊണ്ടൊക്കെ ഒന്ന് മുന്നിൽ നിർത്തി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു രക്ഷപ്പെടുത്ത പല നിലയ്ക്കുമുള്ള സഹായം അല്ലാഹു പറയുന്നു. ഫലം തഖ്തുലൂഹും വലാകിന്ന അല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസനാ. നബിയെ, അങ്ങല്ല അവരെ കൊന്നത്, അങ്ങല്ല അവരെ വധിച്ചത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ഒക്കെ ചെയ്ത് ബദറിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവരെയൊക്കെ കണ്ട മാത്രയിൽ ഒരുപിടി മണ്ണ് വാരിയിട്ട് ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് അങ്ങോട്ട് തെളിച്ചു കൊടുത്തു. ആ ആയിരക്കണക്കായ പ്രതിയോഗികളുടെയും കണ്ണിൽ പെടാത്ത ഒരു മണ്ണ് പോലും ഇല്ലായിരുന്നു എല്ലാവരുടെയും മുകളിലും. എന്നിട്ട് അള്ളാഹ് അടുത്ത സഹായം ചെയ്തു കൊടുക്കുന്നറിയോ? ഇവര് അവരുടെ ഈ ആധിക്യത്തെ സഹാബാക്കളുടെ മുന്നിൽ നബിതങ്ങളുടെ മുന്നിൽ കുറച്ച് കാണിച്ചു കൊടുത്തു. കുറച്ചു വരെ ഉള്ളു. إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم ولتنازعتم ولكن الله سلم. നബിയെ, അവരെ അങ്ങേക്ക് അധികരിപ്പിച്ച് കാണിച്ചു തന്നിരുന്നുവെങ്കിൽ തങ്ങൾക്കിടയിലും സഹാബാക്കൾക്കിടയിലും ഒക്കെ പ്രശ്നങ്ങളായി പോയി. നബിയെ, ആയിരക്കണക്കായ ആളുകളെ നമ്മൾ എങ്ങനെ നേരിടും? നമുക്കൊന്നുമില്ലല്ലോ, ആകപ്പാട് 2-3 കുതിരകൾ. അവർ നോക്ക്, ആയിരക്കണക്കിന് അശ്വാരൂഢന്മാരൊക്കെ നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ് നബിയെ? ചിന്നിച്ചു തെറിപ്പോകും. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? സഹായിച്ചു. ബദറിൽ അവരെ കുറച്ച് കാണിച്ചു കൊടുത്തു. ആയിരക്കണക്കായ ബദ്ധവൈരികളെ നബിയുടെയും സഹാബത്തിന്റെയും കൺമുന്നിൽ ചെറിയ സംഘമായി കാണിച്ചു കൊടുത്തു. അപ്പൊ ഇവർക്ക് ഒത്തിരി ഉഷാറായി. ഇത് യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീല വലൗ വറാകഹും കസീറൻ ലഫശിൽതും വലതനാസഅതും. അവരുടെ ആധിക്യം കണ്ടാൽ ആകെ ഇടങ്ങേറായി പോകും, ആകെ പ്രശ്നങ്ങളായി പോകും. അതുകൊണ്ട് അവരുടെ മുന്നിൽ ചെറിയ സംഘമുള്ള ആക്കി അള്ളാഹു കാണിച്ചു കൊടുക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് നബിതങ്ങളോട്, നബിയെ, അങ്ങല്ല അവരെ വധിച്ചത്, ഞാനാണ് വധിച്ചത്. അങ്ങല്ല എറിഞ്ഞത്, ഞാനാണ് എറിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ നബിയും സഹാബാക്കളും കേവലം ഒരു എന്താ പറയാ, ഒരു റോബോട്ട് പോലെ നിന്നിങ്ങനെ പ്രവർത്തിച്ചു, ഒരു മിഷൻ പോലെ. പക്ഷെ ആരാ ഇതെല്ലാം ചെയ്തത്? അല്ലാഹുവാണ് എന്ന് പടച്ച തമ്പുരാൻ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഫലം തഖ്തുലൂഹും വലാകിന്ന അല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസനാ. മുഅ്മിനീങ്ങളെ ഒരു വല്ലാത്ത പരീക്ഷണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധേയമാക്കുകയാണ്. ഇവിടെ അവരുടെ ഈമാനിനെ പരീക്ഷിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവിടെ വിജയം കൊടുക്കുകയും ചെയ്തു.
ശത്രുഭാഗത്ത് നിന്ന് 70 പേർ വധിക്കപ്പെടുകയും 70 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും പരിശുദ്ധ സ്വഹാബാക്കളിൽ 14 പേര് ഷഹീദാക്കപ്പെടുകയും ചെയ്തു. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു.